പാണ്ഡവ കൗരവ രാജകുമാരന്മാരുടെ ജനനത്തെ പറ്റിയാണ് മഹാഭാരതത്തിന്റെ കഴിഞ്ഞ ഭാഗത്ത് നാം കണ്ടത്. ഹസ്തിനപുരത്ത് തിരിച്ചെത്തിയ പാണ്ഡവരും കൊട്ടാരത്തിൽ വളർന്ന കൗരവരും തമ്മിലുണ്ടായ ശത്രുതയുടെ തുടക്കം ഈ ഭാഗത്ത് നമുക്ക് കാണാം. മഹാഭാരതത്തിന്റെ 4ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. അഞ്ച് ആൺമക്കളും പത്നിമാരുമായി വനത്തിൽ സന്തോഷമായി ജീവിക്കുകയായിരുന്നു പാണ്ഡു. തന്റെ ശാപത്തെക്കുറിച്ചും അതിന്റെ ദുഃഖവും പാണ്ഡു പതുക്കെ മറന്നു തുടങ്ങി. വർഷങ്ങൾ കടന്ന് ഒരു ശിശിരകാലത്ത് മനോഹരമായ നദീതീരത്തുകൂടെ സായാഹ്ന സവാരിയിലായിരുന്നു പാണ്ഡുവും സുന്ദരിയായ തന്റെ ഭാര്യ മാദ്രിയും. സായാഹ്ന സൂര്യന്റെ കിരണങ്ങളേറ്റ് മാദ്രിയുടെ മുഖം പളുങ്കുപോലെ തിളങ്ങി. ഇളം തവിട്ടു നിറമുള്ള അവളുടെ സുന്ദരമായ മിഴികൾ കൂടുതൽ ആകർഷകമായി. ഭാര്യയെ കണ്ട പാണ്ഡുവിന് നിയന്ത്രിക്കാനാകുന്നതിലും അപ്പുറമുള്ള അനുരാഗം അവളോട് തോന്നി. പ്രേമാവേശത്തിൽ അവളെ പിന്നിൽ നിന്ന് ആലിംഗനം ചെയ്ത് അവളെ ചുംബിച്ചു. മാദ്രി ഞെട്ടി. പൊടുന്നനെ നെഞ്ചിൽ കടുത്ത വേദന അനുഭവപ്പെട്ട് പാണ്ഡു കുഴഞ്ഞു വീണു. ഏതാനും നിമിഷങ്ങൾ നിലത്ത് കിടന്ന് പുളഞ്ഞ് അദ്ദേഹം മരണമടഞ്ഞു. മരിച്ചു വീണ തന്റെ പിതാവിന് യുധിഷ്ഠിരൻ അന്ത്യകർമ്മങ്ങൾ നടത്തി. തന്റെ പിഴവ് കൊണ്ടല്ലെങ്കിലും തന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണമായി എന്നതുകൊണ്ടും ക്ഷത്രിയ പത്നി ദൗത്യം പൂർത്തിയാക്കുവാനും മാദ്രി പാണ്ഡുവിന്റെ ചിതയിൽ സതി അനുഷ്ഠിച്ചു. വനത്തിൽ കുന്തിയും ബാലന്മാരായ പഞ്ചപാണ്ഡവരും തനിച്ചായി. പാണ്ഡുവിന്റെ മരണവാർത്ത അറിഞ്ഞ ഭീഷ്മ പിതാമഹൻ ദുഃഖിതനായി. ധൃതരാഷ്ട്രരുടെ മക്കളോടൊപ്പം ഹസ്തിനപുരത്ത് തന്നെ പാണ്ഡവരും വളരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. വലിയ പരിവാരത്തെ വനത്തിലയച്ച് കുന്തിയെയും പാണ്ഡവരെയും തിരികെ എത്തിക്കുവാൻ ഭീഷ്മർ തീരുമാനിച്ചു. വലിയ ആഘോഷത്തോടെയാണ് പഞ്ചപാണ്ഡവരെ ഹസ്തിനപുരം വരവേറ്റത്. തെരുവുകളിൽ തോരണങ്ങളും ആരവങ്ങളും, കൊട്ടാരത്തിലെങ്ങും പുഷ്പാലങ്കാരങ്ങളും വാദ്യമേളങ്ങളും. ദേവപുത്രന്മാരാണ് പാണ്ഡവർ എന്ന ധ്വനി ഹസ്തിനപുരത്താകെ പരന്നിരുന്നു. ആനപ്പുറത്തേറി കുന്തിദേവി മുൻപിലും പിന്നിലായി പഞ്ചപാണ്ഡവന്മാരും ഹസ്തിനപുരം കൊട്ടാരത്തിലെത്തി. ഭീഷ്മ പിതാമഹൻ അവരെ തിലകക്കുറി അണിയിച്ചു. ഗാന്ധാരി അവർക്ക് ആരതി ഒഴിഞ്ഞു. അവർക്കായി പ്രത്യേകമൊരുക്കിയ മുറികളിലേക്ക് അവർ ആനയിക്കപ്പെട്ടു. വിലയേറിയ രത്നങ്ങളും കല്ലുകളും പതിച്ച ആഭരണങ്ങളും പട്ടുകുപ്പായങ്ങളും അവർക്ക് നൽകപ്പെട്ടു. അതിഗംഭീര സദ്യയും ഒരുക്കിയിരുന്നു ഹസ്തിനപുരം കൊട്ടാരം. തന്റെ സഹോദരന്മാരെ കാണുവാനും അവരെ കൂടെ കൂട്ടുവാനുമൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ദുര്യോധനൻ. എന്നാൽ ഇത്ര വലിയ സ്വീകരണവും രാജതുല്യമായ പരിഗണനയും ദേവപുത്രന്മാരെ പോലെയുള്ള താരാരാധനയും പാണ്ഡവർക്ക് ലഭിക്കുന്നത് കണ്ടപ്പോൾ ബാലനായ ദുര്യോധനന് അല്പം സങ്കടം തോന്നി. യുവരാജാവായി വളർന്നു വന്ന ദുര്യോധനൻ പെട്ടെന്ന് രാജസ്ഥാനത്തിന് യോഗ്യരായ പലരിൽ ഒരാൾ മാത്രമായി മാറിയതായി അവന് തോന്നി. ധൃതരാഷ്ട്രരും പാണ്ഡുവും രാജാവായിരുന്നതുകൊണ്ട് ഇരുവരുടെയും മക്കളിൽ മൂത്തവനായ യുധിഷ്ഠിരൻ അടുത്ത രാജാവാകണമെന്ന അഭിപ്രായം ഹസ്തിനപുരത്ത് ശക്തമായി. ഇതെങ്ങനെ ശരിയാകും? ദുര്യോധനൻ ചിന്തിച്ചു. എന്റെ പിതാവല്ലേ ആദ്യജാതൻ, അദ്ദേഹമല്ലേ യഥാർത്ഥ രാജാവ്? ചെറിയച്ഛൻ പാണ്ഡു അച്ഛന് പകരം രാജാവായതല്ലേ? മാത്രമല്ല രാജസ്ഥാനം ഉപേക്ഷിക്കുകയും ചെയ്തു. അച്ഛന്റെ മൂത്ത മകനല്ലാതെ ആരാണ് അടുത്ത രാജാവാകേണ്ടത്? ഇത്തരം ചിന്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആദ്യം ചെറിയച്ഛന്റെ മക്കളോട് സൗഹൃദപരമായി ഇടപെടാനാണ് ദുര്യോധനൻ ശ്രമിച്ചത്. കൗരവ പാണ്ഡവ സഹോദരന്മാരിൽ ഏറ്റവും ശക്തനും വലിപ്പമുള്ളവനും ഭീമനായിരുന്നു. കൗരവ സഹോദരന്മാരെ കളിയായി ഉപദ്രവിക്കുകയും ഗുസ്തി പിടിക്കുകയും ചെയ്യുമായിരുന്നു ഭീമൻ. അടി പേടിച്ച് ഒരിക്കൽ മരത്തിലൊളിച്ച കൗരവന്മാരെ മരം മുഴുവൻ കുലുക്കി ഭീമൻ നിലത്ത് വീഴിച്ച സംഭവങ്ങൾ വരെ ഉണ്ടായി. ഭീമൻ കളിയായി ചെയ്യുന്നതായിരുന്നു ഇതെങ്കിലും വലിയ മാനസിക സമ്മർദ്ദമാണ് ബാലനായ ദുര്യോധനനും കൗരവ സഹോദരന്മാരും അനുഭവിച്ചത്. ഭീമന്റെ ഈ കുസൃതികൾ കൗരവന്മാർക്ക് സങ്കടമുണ്ടാക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും മുതിർന്നവർ തടഞ്ഞില്ല എന്നുള്ളതും ദുര്യോധനനെ അസ്വസ്ഥനാക്കി. ഒരുമിച്ച് പഠിച്ചിരുന്ന രാജകുമാരന്മാർ അവിടെയും മാത്സര്യം കാട്ടി. പഠനത്തിലും പാണ്ഡവ സഹോദരന്മാർ തങ്ങളെ കടത്തിവെട്ടുന്നത് ദുര്യോധനന്റെയും കൗരവരുടെയും വൈരാഗ്യം വർദ്ധിപ്പിച്ചു. തങ്ങളുടെ കുട്ടിക്കാലം മോശമാക്കുന്ന ഉപദ്രവകാരിയായ ഭീമനെ വകവരുത്തുവാൻ
ദുര്യോധനനും ദുശാസനനും തീരുമാനിക്കുന്നു. ഭക്ഷണപ്രിയനായ ഭീമനെ കൊല്ലാൻ ഏറ്റവും എളുപ്പം ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നതാണ് എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഒരു വേനൽക്കാലത്ത് നദീതീരത്തുള്ള വേനൽക്കാല വസതിയിലേക്ക് പോകുവാൻ ദുര്യോധനനും ദുശാസനനും പഞ്ചപാണ്ഡവന്മാരെ ക്ഷണിക്കുന്നു. എല്ലാ പ്രൗഢിയും ഭംഗിയുമുള്ള ആ വേനൽക്കാല വസതിയിൽ നിന്ന് നോക്കിയാൽ ഗംഗാനദിയുടെ മനോഹരമായ കാഴ്ച കാണാമായിരുന്നു. അതിരുചികരമായ വിഭവങ്ങളും ആ കൊട്ടാരത്തിൽ പാണ്ഡവർക്കായി അവർ കരുതി വെച്ചു. അങ്ങനെ സുഖശീതളമായ മാളികയിൽ സഹോദരന്മാർ എത്തിച്ചേർന്നു. ഗംഗാതീരത്ത് സ്ഥാപിതമായ അതിന്റെ പൂന്തോട്ടത്തിൽ അവർ കളിച്ചു തിമിർത്തു. തിരികെ എത്തിയപ്പോൾ മത്സ്യവും മാംസവും മധുരപലഹാരങ്ങളും എല്ലാം നിറച്ച് സ്വാദിഷ്ടമായ സദ്യയും അവർക്കായി ഒരുങ്ങി. അതികായനായ ഭീമൻ 20 ആൾക്കുള്ള ഭക്ഷണം ഒരുമിച്ചകത്താക്കി. സദ്യ കഴിഞ്ഞിട്ടും ഭീമന്റെ വിശപ്പടങ്ങിയില്ല. അപ്പോഴാണ് ദുര്യോധനൻ ഭീമന്റെ ചെവിയിൽ മന്ത്രിച്ചത്, ഭീമ, നിനക്ക് വിശപ്പടങ്ങിയില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് നിനക്ക് മാത്രമായി കുറച്ച് മധുരപലഹാരങ്ങൾ കൂടെ ഞാൻ കരുതിയിട്ടുണ്ട്. എന്റെ കൂടെ വരൂ. ഭക്ഷണപ്രിയനായ ഭീമൻ മറ്റൊന്നും ആലോചിക്കാതെ ദുര്യോധനന്റെ അടുത്തുപോയി. പുറത്തുദ്യാനത്തിൽ ദുശാസനൻ ഒരു വലിയ തളിക നിറയെ മധുരപലഹാരങ്ങളുമായി കാത്തു നിൽക്കുകയായിരുന്നു. കൊതി സഹിക്കവയ്യാതെ ഒന്നിനു പിറകെ ഒന്നായി ഭീമൻ അത് മുഴുവൻ കഴിച്ചു തീർത്തു. എന്നാൽ ഈ പലഹാരങ്ങളിൽ നിറയെ അവർ വിഷം പുരട്ടിയിരുന്നുവെന്ന് ഭീമൻ അറിഞ്ഞിരുന്നില്ല. ഭീമൻ മരിച്ചു വീഴുന്നത് കാണുവാൻ ദുര്യോധനനും ദുശാസനനും കാത്തുനിന്നു. സാധാരണ ഒരു മനുഷ്യൻ വിഷം പുരട്ടിയ ഒരൊറ്റ പലഹാരം കഴിച്ചാൽ തന്നെ മരിച്ചു വീഴേണ്ടതാണ്. എന്നാൽ ഭീമാകാരനായ ഭീമനെ വിഷം ഏശുന്നതായി തോന്നുന്നില്ല. ഭീമന് അല്പം ഉറക്കം വരുന്നതായി തോന്നുന്നു. അത്രമാത്രം. ഭീമ, ഉറക്കം വരുന്നെങ്കിൽ പുഴയ്ക്കരികെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന വാഗമരത്തിന് കീഴെ കിടന്ന് സുഖമായി ഉറങ്ങിക്കോളൂ. ഞങ്ങൾ പോയി മറ്റുള്ളവരുമായി വരാം, ദുര്യോധനൻ പറഞ്ഞു. ഭീമൻ മരത്തണലിൽ കിടന്നു. വിഷം ഭീമന്റെ ദേഹത്ത് പ്രവർത്തിച്ചു തുടങ്ങി. പതിയെ ബോധം കെട്ട് ഭീമൻ ഗാഠനിദ്രയിലേക്ക് മറഞ്ഞു. ഭീമന്റെ ബോധം മറയുന്നതും കാത്ത് ദുര്യോധനനും ദുശാസനനും ദൂരെ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഗാഠനിദ്രയിലായ ഭീമന്റെ കൈകളും കാലുകളും അവർ വരിഞ്ഞുകെട്ടി. കൗരവ സഹോദരന്മാരിൽ 4-5 പേരെ കൂട്ടി ഭീമനെ എടുത്ത് നദിയിലേക്ക് എറിഞ്ഞു. ഒരു വലിയ പാറക്കല്ല് നദിയുടെ അടിത്തട്ടിലേക്ക് പതിക്കും പോലെ ഭീമൻ നദിയുടെ ആഴത്തിലേക്ക് മുങ്ങുവാൻ തുടങ്ങി. ആഴത്തിലെത്തിയപ്പോൾ ഭീമന് ബോധം തിരികെ ലഭിച്ചു. നാഗരാജാവായ വാസുകിയുടെ കൊട്ടാരം നദിയുടെ അടിത്തട്ടിലായിരുന്നു. നാഗരാജാവിന്റെ വിശ്വസ്തനായിരുന്നു അർക്കൻ. കൈയും കാലും കെട്ടിയ നിലയിൽ നദിയുടെ അടിത്തട്ടിൽ പുളയുന്ന ഭീമനെ അർക്കനാണ് ആദ്യം കണ്ടത്. അർക്കൻ മനുഷ്യാവതാരം ചെയ്ത കാലത്ത് അദ്ദേഹത്തിന് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരന്റെ പുത്രിയായിരുന്നു കുന്തി. കുന്തി പുത്രനായ ഭീമനെ അർക്കൻ തിരിച്ചറിഞ്ഞു. ഭീമന്റെ കെട്ടുകൾ അഴിച്ച് അവനെ രക്ഷിച്ച് നാഗരാജാവായ വാസുകിയുടെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചു. അതിക്ഷീണിതനായിരുന്ന ഭീമൻ നാഗരാജാവിന്റെ അന്തപുരത്തിൽ 8 പകലുകളും 8 രാത്രികളും ഉറങ്ങിക്കിടന്നു. അങ്ങ് ഹസ്തിനപുരത്ത് കുന്തിയും പാണ്ഡവരും അതീവ ദുഃഖിതരായി. പകയും മാത്സര്യവും കൊണ്ട് ദുര്യോധനൻ ഭീമനെ കൊന്നുവെന്ന് അവർ വിശ്വസിച്ചു. വിതുരരോട് കുന്തി പരാതിപ്പെടുകയും ചെയ്തു. എന്നാൽ ഭീമനെ വധിക്കുവാൻ തക്കവണ്ണം ദുര്യോധനൻ എന്തെങ്കിലും ചെയ്യുമെന്ന് വിശ്വസിക്കുവാൻ കൊട്ടാരത്തിൽ മറ്റാർക്കുമായില്ല. 8-ാം നാൾ ഭീമൻ തിരികെ ഹസ്തിനപുരത്തെത്തി. അതിസന്തോഷത്തോടെ കുന്തിയും പാണ്ഡവരും ഭീമനെ സ്വീകരിച്ചു. നടന്നതെല്ലാം ഭീമൻ അമ്മയോടും സഹോദരങ്ങളോടും പറഞ്ഞു. ഭീമ, ഇപ്പോൾ നീ ഇതാരോടും പറയണ്ട. ഇതാരും ഇവിടെ വിശ്വസിക്കുവാനും പോകുന്നില്ല. ഇത് നമ്മുടെ ഇടയിൽ തന്നെ ഇരിക്കട്ടെ. ഇനിയും ദുര്യോധനന്റെ ഭാഗത്ത് നിന്ന് വധശ്രമങ്ങൾ ഉണ്ടാകാം. നാം കരുതിയിരിക്കണം. എന്നാൽ ഇപ്പോൾ ഇത് രഹസ്യമായിരിക്കട്ടെ. സമചിത്തത ഒരിക്കലും കൈവിടാത്ത യുധിഷ്ഠിരൻ ഉപദേശിച്ചു. ഭീമനും കുന്തിയും പാണ്ഡവരും ഇതാരോടും പറഞ്ഞില്ല. ദുര്യോധനനും ദുശാസനനും ഇത് രഹസ്യമായി തന്നെ വെച്ചു. എന്നാൽ ഭീമനും ദുര്യോധനനും ഇടയിലുണ്ടായ ശത്രുത പകയായും പ്രതികാരദാഹവുമായി പരിണമിച്ചു. ഭീമനെ വധിക്കാൻ ഇനിയൊരവസരത്തിനായി ദുര്യോധനനും പ്രതികാരം ചെയ്യാൻ ഭീമനും കാത്തുകാത്തിരുന്നു.